അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 നമുക്കറിയാം, നമ്മുടെ പാലാരിവട്ടം റിനൈസൻസ് ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് വാട്ടർ അതോറിറ്റിയുടെ കുഴി കുഴിക്കുന്നു. സാധാരണ മെയിൻ റോഡുകൾ കുഴിക്കുമ്പോൾ PWD റോഡാണെന്നുണ്ടെങ്കിൽ ആ റോഡ് കുഴിക്കുന്നതിന് അവർ പെർമിഷൻ എടുക്കണം. PWD അടുത്ത് അത് വാട്ടർ അതോറിറ്റി ആയാലും ആരായിരുന്നാലും അവർ പെർമിഷൻ കൊടുക്കുന്ന ഒരു ഡേറ്റ് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 15-ാം തീയതി രാത്രി 1 മണി മുതൽ 5 മണി വരെ നിങ്ങൾ കുഴിച്ചോളൂ. ഈ പെർമിഷൻ കൊടുക്കുന്നത് ആരാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ AEO AE അല്ലെങ്കിൽ ഓവർസീർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഓവർസീറോ ഈ സംഭവ സ്ഥലത്ത് സമയത്തുണ്ടാവണം. ഇവർ കൊടുക്കുന്ന സമയത്ത്. അടുത്തത് കോഷൻ ബോർഡ് വെക്കണം. റോഡ് വർക്ക് നടക്കുന്നുണ്ട്, ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. മുന്നറിയിപ്പ് ബോർഡ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. ഗതാഗതമുള്ള റോഡാണെങ്കിൽ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ NOC എടുക്കണം. അവിടുത്തെ പോലീസുകാരോട് ഡ്യൂട്ടിക്ക് ഉണ്ടാവണം, അപകടം ഇല്ലാതെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇതുകൂടാതെ ഇതിൻ്റെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ അയാൾ നിയോഗിക്കപ്പെടുന്ന സൂപ്പർവൈസറോ അവിടെ ഉണ്ടാവണം. അതുകൂടാതെ ഇതിൻ്റെ പെർമിറ്റ്, ഈ റോഡ് കുറിക്കുന്ന സമയത്ത് അതിന് ലഭിച്ചിരിക്കുന്ന പെർമിറ്റ് അത് ഇതിൻ്റെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറോ കയ്യിലുണ്ടാവണം. അത് ചോദിക്കുമ്പോൾ ആര് ചോദിച്ചാലും കാണിച്ചു കൊടുക്കണം. ഞാൻ ചോദിച്ച സമയത്ത് അവരാദ്യം ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാരായിക്കോട്ടെ. ഇവന്മാരെ അടുക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാനെന്താ വെച്ചാൽ നേരെ 112 വിളിച്ചു. റോമിയോ പോകുന്ന ബൈക്കിൽ 2 പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ പണം തൊട്ട് ഇത്ര അപകടം പിടിച്ചൊരു പണി ഇവർ നടത്തണമെങ്കിൽ പെർമിഷൻ ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ PDPP ആക്ട് പ്രകാരം കേസെടുക്കണം. നോൺ ബൈലബിൾ ഓഫൻസാണ്, പൊതുമുതൽ നശിപ്പിച്ചതിന്. കാരണം ഒരു പെർമിഷൻ ഇല്ലാണ്ട് ഏതോ ഒരുത്തം വന്ന് റോഡ് കുഴിച്ച് അവിടെ നാളെ ഒരുത്തം വീണ് മരിച്ചാൽ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല എന്ന്. ഒരു വെളുപ്പിന് 2:30 മണിയായി. അപ്പോൾ അവരപ്പം തന്നെ പാലാരിവട്ടം CA വിളിച്ചു. അദ്ദേഹം ഉറക്കപ്പിച്ചിൽ വന്നപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രശ്നം ഇത് തന്നെയാണ് സാറേ, ഇവിടെ ഒരാൾ നാളെ ഒരു അപകടത്തിൽപ്പെട്ട ഒന്നും സംഭവിക്കാൻ പാടില്ല. ആ സമയത്ത് അയാൾ പറഞ്ഞു, അപ്പോൾ കോൺട്രാക്ടർ വന്നു. കോൺട്രാക്ടർ ഒരു ലോഡ് പേപ്പറുമായിട്ട് വന്നു. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ PWD എഞ്ചിനീയറെ വിളിച്ചെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കോൾ കണ്ടപ്പോൾ പുള്ളി പാതിരാത്രി ആയാലും കോളെടുത്ത് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, അങ്ങനൊരു പെർമിഷൻ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. CAൻ്റെ അടുത്ത് പെർമിഷൻ പേപ്പറാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേപ്പർ കൊടുത്തു. എന്നെ വിളിച്ച് CA പറഞ്ഞു, എടോ അവർക്ക് പെർമിഷൻ പേപ്പറുണ്ട്, ഇയാൾ വിട്ടോളാൻ പറഞ്ഞു. നമ്മളൊരു എന്താ പറയുക, ഒരു ആക്കി വിടുന്ന പോലെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് പെർമിഷൻ്റെ പേപ്പറാണെങ്കിൽ അവർ കുഴിച്ചോട്ടെ, അല്ലെങ്കിൽ സാറ് ഞാൻ ഇവിടെ നിന്ന് പോണത് ഇവർക്കെതിരെ കേസ് എടുക്കാണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്തോ മണത്തു, ഇതെന്തോ പണിയാണെന്ന് മനസ്സിലായി. ചോദിച്ചു ഇത് പെർമിഷൻ പേപ്പറാണെന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വയ്ക്ക് കോൺട്രാക്ടർ പറഞ്ഞു അത് പെർമിഷൻ പേപ്പറല്ല, എസ്റ്റിമേറ്റിൻ്റെ പേപ്പറാണെന്ന്. അപ്പോൾ തന്നെ ആ ഒരു കുത്ത് പേപ്പർ റിനൈസൻസിൻ്റെ പറമ്പിലേക്ക് അയാൾ വിക്കി കളഞ്ഞു. CA എടുത്തെറിഞ്ഞ് കാട്ടിക്കളഞ്ഞു. എന്തിന്? അങ്ങനത്തെ ഒരു പേപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ. മനസ്സിലായത്? CAനെ പറ്റിക്കാൻ വേണ്ടി ആയിരിക്കാം അയാളപ്പോൾ അത് കൊണ്ടുവന്നത്. എന്നെ പറ്റിക്കാനും കൂടിയിട്ടായിരിക്കും. ഏത് വർഷമായിരുന്നു? 2019. അപ്പോൾ അതിനുശേഷം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം നമ്മുടെ അഭാവത്തിൽ നമ്മൾ ആ വഴിക്ക് പോയി നോക്കിയെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നില്ല. അന്ന് സാധനം വാരി കുട്ടികൾ എടുത്തിട്ട് ഇപ്പോൾ CAൻ്റെ അടുത്ത് പറഞ്ഞു അത് പഴയമാതിരി ആക്കാൻ പറഞ്ഞിട്ട് വാരി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, റോഡ് പഴയമാതിരി ആക്കിയിട്ടേ വണ്ടി കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ എന്നുണ്ടോ. അങ്ങനെ അയാൾ പറഞ്ഞ് സോൾവ് ചെയ്ത് പോയി. പക്ഷെ 4 ദിവസങ്ങൾക്ക് ശേഷം വാട്ടർ അതോറിറ്റി അവിടെ കുഴിക്കുകയും ആ കുഴി കുഴിച്ചിട്ട് പ്രോപ്പറായിട്ട് മൂടാതെ പിറ്റേ ദിവസം സ്വിഗ്ഗി ഓടുന്ന പറവൂർ സ്വദേശിയായിട്ടുള്ള യദു എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു പയ്യൻ ഈ കുഴിയിൽ വീഴുകയും തൊട്ട് പിന്നിൽ വന്ന ടിപ്പർ ലോറി കയറി ഓൺ സ്പോട്ടിൽ മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാനൊരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ. കോടതി ഫയൽ സ്വീകരിച്ചു ഉടനെ തന്നെ, കാരണം ഇത്രയും വിവാദമായിട്ടുള്ള സംഭവം ഫയൽ സ്വീകരിച്ചു. അതിൻ്റെ ഒരു ജസ്റ്റിസ് ദേവൻ രാമ എന്നതിൻ്റെ ഒരു ഓർഡറുണ്ട്, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഭാവിയിൽ കുഴികൾ മൂലമുണ്ടാകുന്ന എല്ലാ അപകടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും ഇത്തരം അപകടങ്ങളിൽ പെട്ട് വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ റോഡിൻ്റെ കോൺട്രാക്ടറെയോ അതായത് റോഡിൻ്റെ ഉടമസ്ഥനെയോ എന്ന് വെച്ചാൽ PWDയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ വട്ടവർ മേ ബി ആരായാലും
ഇനിയോ അതുമല്ലാന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ സേനയുടെ തലവൻ കളക്ടർ വരെ പ്രതി ചേർത്ത് കേസെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കുന്ന അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. മാധ്യമക്കാർ കൂടുതൽ ഇത്തരം വാർത്തകൾ അധികം പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ കൊടുത്ത പോളി വടക്കൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ ഒരു ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിൻ്റെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ഓർഡറാണ്. അങ്ങനെ അതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോഡ്കാസ്റ്റിംഗ് ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിമിതികളുണ്ട്. 2-3 കാര്യം കൂടി ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും. താങ്കൾ ഇത്രയും നല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഹർജികൾ കൊടുക്കുകയും അതിന് ഏറെക്കുറെ അതിനനുകൂലമായി വിധികൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ ചിന്തിക്കും, എനിക്കിങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഏറെക്കുറയും എൻ്റെ ശത്രുക്കളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ടാർസൻ ചെഷയർ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. അദ്ദേഹത്തിന് നമ്മുടെ വൈറ്റില ഹബ്ബിനെ അടുത്ത് വെച്ചിട്ട് ഒരു 7 പേര് കൂടി 2 കൈയും കാലും തല്ലി ഓടിച്ചു. അത് GCDയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അപ്പോൾ GCDയിലെ പല കേസുകളും ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മുണ്ടംവേലിയിലെ ഫ്ലാറ്റ് കടവന്തറ ഗാന്ധിനഗറിലുള്ള PNT കോളനിയിൽ ഒരു 78 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചായിരുന്നു മുണ്ടംവേലിലേക്ക്. ഏകദേശം സ്ക്വയർ ഫീറ്റിന് 1200 രൂപയാണ് സർക്കാർ ബഡ്ജറ്റിട്ട് 4,12,00,000 രൂപയിലാണ് 78 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയം പണിതിരിക്കുന്നത് 3 നിലയിൽ. അപ്പോൾ അവിടെ പണിതിരിക്കുന്നത് ഇരുമ്പിൻ്റെ പുതിയ ടെക്നോളജിയാണെന്ന് പറയുന്നത്. 2018 തറക്കല്ലിട്ടു. ഇത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ 2024 ജനുവരി 31 78 കുടുംബങ്ങൾ അവിടെ പാർപ്പിച്ച് ഫെബ്രുവരി 15 മുതൽ ചോർന്നൊലിക്കാൻ തുടങ്ങി. അന്ന് മുതൽ അവർ പരാതി കൊടുക്കണ്ട. ഇപ്പോഴും ഇപ്പോൾ ഈ മിനിയാന്ന് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളിലും മറ്റുള്ള പത്രങ്ങൾ വാർത്ത വന്നിട്ടുണ്ട്. ഒരു റൂമിൽ കിടന്നുറങ്ങിയ ഒരാളുടെ മേത്തേക്ക് ഫാൻ പൊട്ടി വീണു. ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടത്. ഞാനിതിനിടയിൽ അവിടുത്തെ അസോസിയേഷൻകാരെല്ലാം പല പ്രാവശ്യം എന്നെ വിളിച്ചെങ്കിലും ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ശിവൻ എന്ന് പറഞ്ഞിട്ടൊരാൾ മരിച്ചു കിടന്നിട്ട് 3 ദിവസമായി, സാറ് പെട്ടെന്ന് വരണം, ഒന്ന് വാർത്ത ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് അന്നാണ് ഈ ഫ്ലാറ്റ് ആദ്യമായിട്ട് കാണുന്നത്. ജിപ്സം ബോർഡ്, സ്ഥലം മുണ്ടംവേലിൽ. അതായത് അറവുമാടുകളെ പോലെയാണ് അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് 78 കുടുംബങ്ങൾ. അറവുമാടെന്ന് വേറൊരു വാക്ക് പറയാൻ പറ്റില്ല. വൃത്തിഹീനമായ, അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷം. സീവേജ് പോകാനായിട്ടുള്ള ടാങ്ക് പോലും പ്രോപ്പറല്ല, വെള്ളം കെട്ടിക്കിടക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും വയസ്സായ ആൾക്കാരെയാണ് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് 39 വയസ്സായിട്ടുള്ളൊരു 29-39 വയസ്സുള്ളൊരു പെൺകുട്ടി മരിച്ചിരുന്നു. അവൾക്ക് ചെറുതായിട്ട് എന്തോ അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അസുഖം മൂർച്ഛിച്ച് കഴിഞ്ഞപ്പോൾ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടുന്ന് ആൾക്കാർ ഓടി മുകളിലേക്ക് എത്തി അവളെ ചുമന്ന് താഴെ ഇറക്കി. ലിഫ്റ്റില്ല. അപ്പോൾ നമ്മളൊരു വീട് പണിയാന്നുണ്ടെങ്കിൽ സർക്കാർ എന്തൊക്കെ വയലേഷൻ കാണിച്ചുകൊണ്ട് എങ്ങനെ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും നോക്കും. ഇപ്പോൾ അവിടെ 110 kV ലൈൻ പോകുന്നുണ്ട്. ആ ലൈന് എത്ര മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നുണ്ട്, അതുപോലും വയലേറ്റ് ചെയ്തിട്ടാണ് അവർ ഏറ്റവും ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ അത് കാരണം സ്ലൈഡിങ് ഡോറാണ് അവിടെ. കാരണം ഡോറ് തുറന്നാൽ അത് സ്ലൈഡിങ് ഡോറ് വെച്ചതെന്ന് മാത്രമല്ല, അവിടെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും അപ്പം അടിച്ചു പോകണം. അതുമാത്രമല്ല ഏത് സമയത്ത് ഇടിഞ്ഞ് വീഴാവുന്നൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിവരാശരേഖകളെല്ലാം കളക്ട് ചെയ്തു. വിവരാശരേഖകളെല്ലാം കളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് രേഖകൾ കിട്ടിയത്, ഇത്രയും 4,12,00,000 രൂപ സർക്കാർ ബഡ്ജറ്റ് ഇട്ടത്. എൻ്റെ പരാതിയെ തുടർന്ന്, ടാർസൻ്റെ പരാതിയെ തുടർന്ന് മജിസ്ട്രേറ്റ് വിളിപ്പിച്ച് എഞ്ചിനീയറോട് പറഞ്ഞത്, പണിയിപ്പിക്കാനുണ്ടായിരുന്ന എഞ്ചിനീയറുടെ അടുത്ത് പറഞ്ഞു ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എഴുതി എത്ര രൂപ ചിലവായിട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ 6.5 കോടി ചിലവായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ കൺസ്ട്രക്ഷൻ കമ്പനി 18 കോടി രൂപ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ നികുതിപ്പണമാണ്. നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചോദ്യം ചെയ്യും? തീർച്ചയായിട്ടും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥയുടെ ജോലിക്ക് കയറിയ സമയത്തുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വിവരാശ ആവശ്യപ്പെട്ടു. ആ വിവരാശത്തിൽ ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വ്യാജരേഖ സമർപ്പിക്കുന്നതിന് തത്തുല്യമായിട്ടുള്ള രേഖകളാണ് ഈ ഉദ്യോഗസ്ഥ സമർപ്പിച്ചിരിക്കുന്നത്, അടിവരട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
താങ്കൾ ഇനി തുടർ നടപടിയിലേക്ക് പോകാം. ഉറപ്പായിട്ടും ഞാനത് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് ഷിയാസിനോട് കാര്യങ്ങൾ ഇന്നലെ കണ്ടിരുന്നു മുഹമ്മദ് ഷിയാസായിട്ട് കാര്യങ്ങൾ 23-ാം തീയതി ഈ മുണ്ടമ്പയിലെ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ അഴിമതിയെക്കുറിച്ചിട്ടും അവിടെ ഏത് സമയത്ത് ഒരു അപകടം നടക്കാവുന്നതിനെ കുറിച്ചിട്ടും 23-ാം തീയതി സബ്മിഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. GCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ശബരിമലക്കുള്ള ഒന്നുമല്ല. GCDയിൽ മാത്രം നടന്നിരിക്കുന്ന കൊള്ള എനിക്ക് കിട്ടിയ വിവരാശ രേഖകൾ പ്രകാരം അവിടെ പുറത്ത് ഒരു 2 കക്കൂസ പണിതുണ്ട്, മറൈൻ ഡ്രൈവിൽ 2 കക്കൂസ പണിതുണ്ട്, ഒരു ചെറിയൊരു കോംപ്ലക്സ്. ഇതിന് 50 ലക്ഷം രൂപയാണ് ഓരോന്നിനും അടിച്ചു മാറ്റിയാണ്.